ഒരു നാൾ ഹിറതൻ ഗുഹയിൽ തിരുനബി റബ്ബിൻ സ്മരണയിലിരിക്കുമ്പോൾ ഇഖ്റ നബി എന്നരുൾ ചെയ്തു അണഞ്ഞു ജിബ്രീൽ നബി അരികിൽ. ഒരു നാൾ ഹിറതൻ ഗുഹയിൽ തിരുനബി റബ്ബിൻ സ്മരണയിലിരിക്കുമ്പോൾ ഇഖ്റ നബി എന്നരുൾ ചെയ്തു അണഞ്ഞു ജിബ്രീൽ നബി അരികിൽ. ഖദീജയരികിൽ നബി അണഞ്ഞു. കൽപകം പുകഞ്ഞു ഇരുമിഴി നിറഞ്ഞു ഖദീജയരികിൽ നബി അണഞ്ഞു. ഒരു നാൾ ഹിറതൻ ഗുഹയിൽ തിരുനബി റബ്ബിൻ സ്മരണയിലിരിക്കുമ്പോൾ ഇഖ്റ നബി എന്നരുൾ ചെയ്തു അണഞ്ഞു ജിബ്രീൽ നബി അരികിൽ. അതിശയം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ثم لئن قام على قبري فقال يا محمد لأجيبنه. شفيعنا وحبيبنا محمد رسول الله. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي وعلى الرسول الشفيع الأبطحي والحبيب العربي. اللهم صل وسلم وبارك عليه. ആദരണീയരായ സദാതീങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർ, മുതഅല്ലിമീങ്ങൾ, കാരണവന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, പൗരോഹിത്വം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന നമ്മുടെ പ്രമേയത്തെ ആധാരമാക്കി നമ്മുടെ പ്രഭാഷണം അതിന്റെ 3-ാമത്തെ ദിവസത്തിലാണ് ഇപ്പോഴുള്ളത്. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ 2 മണിക്കൂർ പ്രഭാഷണവും ശേഷം ചോദ്യോത്തരത്തിനുള്ള വേദിയും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏകദേശം അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നലെ നാം പറഞ്ഞു. മുൻഗാമികളുടെ പാത അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്നും നാം ഇവിടെ പരാമർശിച്ചു.
നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മർമ്മത്താണ് ഇന്ന് നമ്മുടെ വിഷയമിരിക്കുന്നത്. പ്രാർത്ഥനയും ഇസ്തിഗാസയും ഈ കേരളത്തിന്റെ മണ്ണിൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വിശ്വാസ ആചാരങ്ങളെ വികലമാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും ഇസ്തിഗാസയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. പതിവ് പോലെ മൗലവിമാരെല്ലാം നമ്മോട് സംവദിക്കാൻ സ്ക്രീനിൽ റെഡിയായി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ആമുഖം ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരുപക്ഷെ മുജാഹിദുകൾ ജീവിക്കുന്നത് തന്നെ പ്രാർത്ഥന എന്ന ഒരു പദം മലയാളത്തിൽ ഉണ്ടായതുകൊണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ വിഷയം നിങ്ങൾ കേട്ടിരിക്കണമെന്നും അതിൽ വന്ന വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കണമെന്നും, പ്രത്യേകിച്ച് മുജാഹിദ് ശരിയാണെന്ന് ചിന്തിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ഈ സമയത്ത് പറയുകയാണ്. ഈ വിഷയത്തിന്റെ പ്രസക്തി എവിടെയെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന മുസ്ലിമീങ്ങളെയും ലോകത്തിന്റെ പല ഭാഗത്തുള്ള മുസ്ലിം സമുദായത്തെയും നമ്മുടെ പൂർവീകരെ പോലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കേരളക്കരയിലെയും ലോകത്തിന്റെ മറ്റു ഭാഗത്തുള്ള വഹാബികളുടെയും അതുപോലെ പുത്തൻവാദികളുമൊക്കെ ഉപയോഗപ്പെടുത്തിയത് ഈ വിഷയമാണ്. പ്രാർത്ഥനയും ഇസ്തിഗാസയും പറഞ്ഞിട്ടാണ് ലോക മുസ്ലിമീങ്ങളെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. അതിന്റെ ഉദാഹരണം ആദ്യമായി കാണിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വരും. മുസ്ലിം സമുദായത്തെ മുഴുവനും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭൂരിപക്ഷം സമുദായത്തെ, ഈ സമുദായത്തെ മുഴുവൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളം എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് സ്വഹാബത്തിന്റെ പാരമ്പര്യമുള്ള ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും പാദസ്പർശനമേറ്റ മഹത്തായ മണ്ണാണ് നമ്മുടെ കേരളമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ആ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച വാക്കാണ് പ്രാർത്ഥനയും ഇസ്തിഗാസയും. നോക്കൂ നിങ്ങൾ, ആ വാക്ക് പറഞ്ഞതിലൂടെ അവരെന്തൊക്കെയാണ് ഈ സമുദായത്തെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, മുഴുവൻ മുസ്ലിമീങ്ങളെയും പണ്ഡിതന്മാരെയും സദാത്യങ്ങളെയും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തി. പണ്ട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൻസബീലിൽ എഴുതിയത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും അവരെ വഴിപ്പെട്ടവരും അവരെല്ലാം നരകത്തിലാണെന്നും അവര് മുശ്രിക്കീങ്ങളാണെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പണ്ട് ഉമർ മൗലവി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാത്രം ഇറങ്ങിയവരായത്താണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവൻ, അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കും. കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കേരളത്തിൽ ഇവിടെ ഈ അന്തരീക്ഷം മലീമസമാക്കിയിട്ട് മതിവരാത്തത് കൊണ്ട് കേരളത്തിലെ വഹാബികൾ ചെയ്ത ഏറ്റവും വൃത്തികെട്ട സംസ്കാരം നിങ്ങളൊന്ന് കാണുക. നമുക്കറിയാം, സൗദി അറേബ്യയിലും അതുപോലെ തന്നെ UAE-യിലും ഖത്തറിലും ഒമാനിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരെയും കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെയും വിദേശത്തുള്ള അറബികളുടെയും അതുപോലെയുള്ള മഹാന്മാരുടെയും ഇടയിൽ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഈ അടുത്ത് മുജാഹിദ് ചെയ്ത ക്രൂരമായ സേവനം നിങ്ങളൊന്ന് കാണൂ. നമ്മളെ എത്രത്തോളം ഇവർ ശിർക്കിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മളെ കാഫിറാക്കി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ്. ഇതെല്ലാം പ്രാർത്ഥനയുടെയും ഇസ്തിഗാസയുടെയും പേരിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ജിദ്ദ ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്ന മുജാഹിദ് സ്ഥാപനം ജിദ്ദയിൽ നിന്ന് പുറത്തിറക്കിയ CD-യുടെ പ്രസക്ത ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്തിനാണ് ഈ CD അവിടെ പുറത്തിറക്കിയത്? അവിടെയുള്ള അറബികളുടെ ഓഫീസിലും വീടുകളിലും കയറിയിട്ട് ആ അറബികൾക്ക് വിതരണം ചെയ്ത CD-യാണ്. അറബിയിലാണ്, അർത്ഥം ഞാൻ പറഞ്ഞു തരും. അതിന്റെ ഉള്ളടക്കം കേരളത്തിലുള്ള പള്ളികളും മദ്രസകളും മുസ്ലിമീങ്ങളും എല്ലാം
മുസ്ലിമീങ്ങളൊക്കെ കാഫിറുകളും ഈ പള്ളിയും അതുപോലെ ഈ മദ്രസകളും ഒക്കെ ശിർക്കിന്റെ കേന്ദ്രങ്ങളുമാണ് എന്ന് കേരളത്തിൽ പറഞ്ഞ് മതി വരാത്തത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സാക്ഷിയുള്ള മുസ്ലിമീങ്ങളോട് കൂറുള്ള എല്ലാ സഹോദരങ്ങളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അറബിയിലുള്ള CD ഞാൻ അർത്ഥം പറയും. മുജാഹിദ് ചെയ്ത സേവനമാണിത്, ക്രൂരമായ സേവനം. فإلى أصحاب الفضلاء الكرام أصحاب الخير والجود في سبيل الدين والدعوة السلام عليكم ورحمة الله. إن ولاية كيرلا ولاية آهلة بالمسلمين في جنوب الهند وفيها أنشطة كثيرة تنسب إلى الإسلام كما أن فيها معاهد ومدارس ومساجد كثيرة باسم الدين കേരളത്തിലുള്ള നമ്മളെ കുറിച്ച് അറബികൾക്ക് നൽകിയ CD-യുടെ ആദ്യമാണ്. ആദ്യൊരു സലാമൊക്കെ പറഞ്ഞ് പ്രഗത്ഭരായ മാന്യന്മാരായ അറബികൾക്ക് ഞങ്ങൾ സമർപ്പിക്കും. എന്താ സമർപ്പിക്കുന്നത്? കേരളം എന്ന് പറയുന്നത് ഒരുപാട് ഇസ്ലാമിക പ്രഭയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്, ഒരു പ്രദേശമാണ്. അതിനെ അങ്ങനെ പറഞ്ഞെന്നറിയൂ. പിന്നെ നമ്മളെ കുറ്റം പറയാൻ പോവുകയാണ്, അതിനുള്ളൊരു ആമുഖാണ്. ഇനി പറയുന്നതാണ് കേൾക്കേണ്ടത്. നോക്കൂ, നമ്മളെ കുറിച്ച് നല്ല ധാരണയുള്ള മുസ്ലിം അറബികളോട് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യത്തുള്ള അവിടുത്തെ പൗരന്മാരോട് കേരളത്തെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചങ്ങാതിമാർ. കേട്ടോളൂ ആ CD-യുടെ ബാക്കി ഭാഗം. ولكن للأسف الشديد إن أكثرها مراكز نشر العقائد الباطلة من الخرافات والبدعات التي توقع الأبرياء المسلمين إلى الشرك نعوذ بالله. പിന്നെന്താ പറഞ്ഞത്? എങ്കിലും വളരെ വിഷമത്തോടെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. അറബികളെ മുജാഹിദ് അറിയിക്കാണ്. ഇല്ലാത്ത കാര്യത്തിൽ അവർക്ക് ഭയങ്കര വിഷമാണ്. എന്താ പറഞ്ഞെന്നറിയോ? കേരളത്തിലുള്ള പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളിൽ അധികവും ശിർക്കും കുഫറും ബിദ്അത്തും പ്രചരിപ്പിക്കുന്നവയാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെ മുഴുവനും കാണിക്കുന്നു. എന്നിട്ട് അറബികളോട് പറയുന്നു, ഇത് ശിർക്കിന്റെ കേന്ദ്രമാണ്. എന്തിനാ ഇത്? ഏതെങ്കിലും ഒരു യതീമിന് എന്തെങ്കിലും ഒരു കാശ് ഒരറബി നൽകുന്നുവെങ്കിൽ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്ത് നിന്ന് അങ്ങ് ഗൾഫിലേക്ക് വിമാനം കയറിയിട്ട് അവിടെയും നമ്മളെ കുറിച്ച് ആക്ഷേപിക്കുകയാണ്. ആദ്യമായി പരിചയപ്പെടുത്തുന്ന സ്ഥാപനമെന്ന് കണ്ടോളൂ നിങ്ങൾ. ومن هذه المراكز البدعية في منطقة ملابورم مركز التربية الإسلامية يدار تحت إشراف سمست كيرلا جمعية العلماء. അതിൽ ആദ്യം പരിചയപ്പെടുത്തിയത് വളാഞ്ചേരിയിലുള്ള മർക്കസ്. വളാഞ്ചേരിയിലുള്ള മർക്കസ് അതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു, കണ്ടോ ഈ സ്ഥാപനം, ഇത് ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുന്ന സ്ഥാപനത്തിന്റെ ഉദാഹരണമാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. ഒരു ഗ്രൂപ്പും പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിയിട്ട് പിന്നെ കുറെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം കാണിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. തങ്ങളവരുടെ നേതൃത്വത്തിൽ മുട്ടിപ്പടിയിൽ മലപ്പുറം സ്വലാത്ത് നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഅദിനുസ് സഖാഫത്തുൽ ഇസ്ലാമിയ, അതിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു, ഇത്തരം സ്ഥാപനങ്ങളും ഇതിൽ നിന്ന് പുറത്തു വരുന്നതും ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകളാണ്. കേട്ടോളൂ ആ ഭാഗം. والمساجد وخريج هذه المعاهد كلهم أو جلهم سيصيرون دعاة إلى البدع والشرك وأعداء لعقيدة أهل السنة والجماعة وهذه. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായവരും ശിർക്ക് പ്രചരിപ്പിക്കുന്നവരുമാണെന്ന് അറബികളെ ബോധ്യപ്പെടുത്തുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല. ഇനി നമ്മുടെ ആലിമീങ്ങളെ മുഴുവനും പിടികൂടി അവസാനം പോകുന്നത് പാണക്കാട്ടേക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നാം ആദരിക്കുന്ന വ്യക്തിത്വമാണ്. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ അറേബ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരെ പ്രചരിപ്പിക്കുന്നത് കണ്ടോ? ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ ഫോട്ടോ കാണിച്ച്, ശിഹാബ് തങ്ങളുടെ വീട് കാണിച്ച്, ഈ കേരളത്തിലുള്ള ഖുറാഫികളുടെയും മുശ്രിക്കീങ്ങളുടെയും കാഫിറുകളുടെയും നേതാവാണ് ഈ സയ്യിദ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മുജാഹിദുകൾ അങ്ങ് അറേബ്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ അതിന്റെ ദൃശ്യം.
حتى إن رئيس هذا المركز أيضا من دعاة الطقوس الباطلة. എന്നിട്ട് ഇതിന്റെ നേതാവ് ശിഹാബ് തങ്ങളാണെന്ന് പറഞ്ഞ് തങ്ങൾ അവരുടെ വീട് കാണിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ ആളുകൾ വരുന്നതും മന്ത്രിച്ചൂതുന്നതും. പാണക്കാട്ട വീടാണത്, എത്ര പണിയെടുത്തിട്ടുണ്ടാകും. അതൊക്കെ പോയി വീഡിയോ എടുത്ത് കൊണ്ടുപോയി അറബികൾ, നല്ല വിശ്വാസമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ ശിഹാബ് തങ്ങൾ പോലെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് അതൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം. എന്നിട്ടൊരു പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, إلى منزله للتبرك ولشراء التمائم والتبلة وإنه وأسرته من أنصار البدع والخرافات في ربوع كيرلا مع أنه سياسي معروف. അത് പൂർത്തിയായി. എന്താ പറഞ്ഞെന്നറിയൂ? ഈ മനുഷ്യനും ഇദ്ദേഹത്തിന്റെ കുടുംബവും മുഴുവനും ഖുറാഫികളും കുബൂരികളുമാകുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹം അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. മരണപ്പെട്ടാലും ഇവര് വിടൂല. ഞാൻ പറയുന്ന സാധാരണക്കാരനായ മുജാഹിദുകളോട് തന്നെയാണ്, എന്റെ സുന്നി പ്രവർത്തകരോടാണ്. നിങ്ങളുടെ നേതാക്കൾ, മുജാഹിദുകളെ, നിങ്ങളുടെ നേതാക്കൾ അവരെ കാണിച്ച ക്രൂരതയാണിത്. നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ മുഴുവൻ ഭാഗവും നമ്മളെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെയും ഖലീൽ തങ്ങളെയും കേരളത്തിലുള്ള പള്ളികളെയും മദ്രസകളെയും എന്തിനെ അറബികളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കണം? ഇതൊക്കെ പ്രാർത്ഥനയുടെ പേരിൽ, ഇസ്തിഗാഥയുടെ പേരിൽ. മാത്രമല്ല ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നയാള് മുശ്രിക്കാണ്, ഇന്നയാള് മുശ്രിക്കാണ്, ഇന്നയാള് കാഫിറാണെന്ന് വരെ പറഞ്ഞു ഇസ്തിഗാഥയുടെ പേരിൽ. കേട്ടോ, മുജാഹിദ് ബാലുശ്ശേരി രംഗത്ത് വരുന്നു. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു പേരോട് മുശ്രിക്കാണ്. വരട്ടെ. മൊയ്തീൻ ശൈഖ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. മൊയ്തീൻ ശൈഖ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. പേരോടിനോടാണല്ലോ വലിയ ദേഷ്യമുള്ളത്. ഇനി കഴിഞ്ഞില്ലട്ടോ. ഇനി എന്താണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇതിനൊക്കെ നമ്മൾ ഈ സമുദായം ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശിഹാബ് തങ്ങൾ മുശ്രിക്ക്, കാന്തപുരം ഉസ്താദ് മുശ്രിക്ക്, പേരോട് ഉസ്താദ് മുശ്രിക്ക്, ഖലീൽ തങ്ങൾ മുശ്രിക്ക്. ഇനി ഞാൻ വേറൊരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കും. അതിൽ പറയുന്നത് ശിർക്കിന്റെ പ്രചാരകർ കാന്തപുരവും ചെറുശ്ശേരിയുമാണ് എന്നാണ്. വരട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ പറയാൻ എന്താണ് ഇവിടെ കാരണം എന്നറിയോ? നമ്മള് ഇന്നലെ പറഞ്ഞതുപോലെ കല്ലിനെ ആരാധിക്കുന്നവരാണ് അത്രേ നാം. ഈ പാവം മുജാഹിദ് പ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കുകയാണ്, കല്ലിനെ ആരാധിക്കുന്നവരാണ് ഇവിടെയുള്ള സുന്നികൾ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മഴ വർഷിപ്പിക്കുന്നത് മുഹിയുദ്ദീൻ ശൈഖാണെന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത് എന്ന് ബാലുശ്ശേരി പറഞ്ഞു. പച്ചക്കള്ളം എന്ന് പറഞ്ഞ പോലെ കല്ലിനെ ആരാധിക്കുന്നവരാണ് അത്രേ നാം. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെയൊക്കെ മുജാഹിദ് അങ്ങ് പറഞ്ഞു കൊടുക്കുക അണികൾക്ക്. നന്നായി ശ്രദ്ധിച്ചോ, അല്ലാഹുവിന്റെ കോടതിയുണ്ട്. അക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതിൽ തർക്കം വേണ്ട. ഞങ്ങളെ റബ്ബിനെ അല്ലാതെ ഒരൊറ്റ ശക്തിയെയും ഒരു കാലത്തും ആരാധിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല. അതിന്റെ ഒരു ഉദാഹരണം കേട്ടോളൂ. നമ്മളെ പെരിന്തൽമണ്ണ ഹൈവേ വഴി പാലക്കാട്ടേക്ക് പോകുമ്പോ അവിടെ ഒരു മക്കാമുണ്ട്, നാട്ടുകല്ല് മക്കാം. ബാലുശ്ശേരി മൗലവി ഉണ്ടല്ലോ, മുജാഹിദ്, അയാൾ പറയാണ്, എന്തിനാ നാട്ടുകല്ലിൽ പോകുന്നത്? അവിടെ ഒരു കല്ല് നാട്ടിവെച്ചിട്ടുണ്ട്, ആ കല്ലിനെ ആരാധിക്കാൻ പോവാണ്. അവിടെ ഒരു വലിയില്ല, അവിടെ ഒരു ഖബറില്ല, അവിടെ ആരുമില്ല, ആകെ ഒരു കല്ല് മാത്രമാണുള്ളത്. നോക്കൂ നിങ്ങൾ, ഇത് സ്ഥിരീകരിക്കാൻ അബുദാബിയിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് സ്ഥിരീകരിക്കാൻ ഇവിടെ അടുത്ത പ്രദേശമായ നാട്ടുകല്ലിൽ ഒന്ന് പോയി നോക്കിയാൽ പോരെ. നമ്മൾ അവിടെ പോകുന്നത് കല്ലിനെ ആരാധിക്കാനാണോ? അത് ബാലുശ്ശേരി ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ പറയും. ഈ മുജാഹിദ് പ്രവർത്തകരെ ഇസ്തിഗാസയുടെയും പ്രാർത്ഥനയുടെയും പേര് പറഞ്ഞ് വഞ്ചിക്കുന്ന രംഗമാണ് ഞാൻ പറയുന്നത് ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ നിന്ന്. വെക്ക്. കല്ലിനെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, മരത്തെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പ ആരാധിച്ച കല്ലിനെ എതിർത്തു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഓർക്കണം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഖുർആനിലെ 19-ാം അധ്യായം 42-ാമത്തെ വചനം. എന്റെ പ്രിയ പിതാവേ, ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത്? കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ അങ്ങ് ആരാധിക്കുന്നു. നാട്ടുകല്ലിൽ, പാലക്കാട് ജില്ലയിലെ ഹൈവേയിലെ നാട്ടുകല്ലിൽ ഒരു വലിയ കല്ല് നാട്ടിവെച്ച് അതിന്റെ ചുറ്റിലും മാർബിളും ടൈൽസും ഒട്ടിച്ച് ആ കല്ലിൽ ഞങ്ങൾക്ക് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി,
ആസറിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ആസറിന്റെ വിശ്വാസത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അംഗീകരിച്ചില്ല. സൂറത്ത് അംബിയ 21-ാം അധ്യായം 56 മുതൽ 70 വരെയുള്ള വചനം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആയത്തുകൾ ഉദ്ധരിച്ച്, ചരിത്രങ്ങൾ ഉദ്ധരിച്ച്, പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചാണ് ഞങ്ങൾ പറയുന്നത്. കല്ലിനെ ആരാധിക്കുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നാട്ടുകല്ലിൽ ഈ കല്ലിനെ നാട്ടിവെച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കല്ലിൽ കറാമത്തുണ്ട്. ആ കല്ലിൽ അവിടെ പൈസ എറിയുന്നു. അവിടെ ഒരു മനുഷ്യനില്ല പ്രിയപ്പെട്ടവരെ, ഒരു വലിയില്ല, ഒരു ഔലിയല്ല. ഏതോ ഒരു ഔലിയ വന്നിട്ട് അതിന്റെ ഇതിൽ തട്ടിയത് വളർന്നു പോകുമെന്ന് പറഞ്ഞ് അതിനൊരു കഷ്ടം ആർക്കും ഇളക്കാൻ കഴിയില്ല എന്നാ. നാട്ടുകല്ലിൽ ഒരു കഷ്ടം കല്ലിൽ നിന്ന് മുറിഞ്ഞു വീണിട്ടുണ്ട്. ഇത് ആർക്കും ഇളക്കാൻ കഴിയില്ല. ഇന്നെ ഏൽപ്പിച്ചാൽ മതി. പാറക്കോറി പണിയെടുത്ത ആളാ ഞാൻ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ഇളക്കി തരാം, നാളെ പെർമിഷൻ വാങ്ങി തന്നാ മതി ഡിപ്പാർട്ട്മെന്റ്. ആ കല്ല് തൂഫാനാക്കി ഒറ്റടിക്ക് നുറുക്കി തരാം ഞങ്ങള്. എന്തൊരു പ്രയാസമില്ല. അന്ന് ഒരു പച്ച കല്ല് നിങ്ങൾ ആലോചിച്ചു നോക്കണോ? ഒരു കല്ല്. ഇവിടുത്തെ ഹൈന്ദവര് പോലും കല്ലിനെ ആരാധിക്കുന്നില്ല, മറിച്ച് കല്ലിനെ പച്ച കല്ലാണ് അത്രേ. പോട്ടെ, നുറുക്കിത്തരായതാൽ നിങ്ങളെ കൊണ്ട് കഴിയോ ഉറപ്പാ. പക്ഷേ പെർമിഷൻ കിട്ടണ്ടേ മൗലവി? ഏതായാലിരിക്കട്ടെ, എന്താണ് സംഭവം? നിഷ്പക്ഷകരായ സമുദായത്തോട് ഞങ്ങൾ പറയുന്നു, അവിടെ പോകുന്നത് കല്ലിനെ ആരാധിക്കാനാണെന്നല്ലേ പറഞ്ഞത്? ഇത് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ പറയുമോ? ഞങ്ങൾ വരില്ലേ? എവിടെ സംഗതി എന്താണെന്നറിയോ? അവിടെ ഒരു മഹാനായ വലിയുണ്ട്, അവിടെ ഖബറും ഉണ്ട്. ചെന്ന് നോക്കിയാൽ ആർക്കും കാണാം അവിടെ ഖബറുണ്ട്. ഈ ഖബറിലുള്ള മഹാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മമ്പുറത്തെ തങ്ങൾ വലിയ മഹാനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ ഒരാളെ സർട്ടിഫിക്കറ്റ് വേണ്ട. അപ്പൊ ഈ ശൈഖിനെ അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോ അവിടുത്തെ കറാമത്ത് ഒരു കല്ലിലൂടെ പ്രകടമായിട്ടുണ്ട്. ആ കല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ പോകും. കല്ല് അവിടെ ഒരു വിഷയമല്ല. കല്ലിന് വേണ്ടിയല്ല പോകുന്നതും. അതാ ശൈഖിനെ സിയാറത്ത് ചെയ്യാൻ. കല്ലൊരു അപ്പൊ പറയാ കല്ലിന് കറാമത്തുണ്ട്. ഓന്റെ മൗലവി, അത് കല്ലിന്റെ കറാമത്തല്ല, ശൈഖിന്റെ കറാമത്ത് കല്ലിലൂടെ വെളിവായതാണ്. അങ്ങനെയാണ് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ കല്ല് വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലുമെന്ന ഹദീസ് കേട്ടാ മൗലവി പറയും, കണ്ടോ കല്ലിന്റെ ഒരു കറാമത്ത്. അത് കല്ലിന്റെ കറാമത്താ? അല്ല, അത് ആരെ മുഅ്ജിസത്താ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കല്ലിലൂടെ പ്രകടമായി എന്ന് പറഞ്ഞ പോലെ ഈ ശൈഖ് അവറുകളുടെ ഈ മഖ്ബറത്തുള്ള ഒരു കല്ലിന്, ആ കല്ലിൽ പിന്നെ ബഹുമാനപ്പെട്ട ശൈഖിന്റെ കറാമത്ത് വെളിവായി. അതവിടെ ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. പക്ഷെ അതിനെ ആരാധിക്കാനാണോ പോകുന്നത്? അല്ലേ? അല്ല, ആ ശൈഖിനെ സിയാറത്ത് ചെയ്യാൻ. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് കല്ലിനെ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല സുഖല്ലേ? നിങ്ങൾ നിങ്ങളെ പള്ളിയിൽ വെള്ളിയാഴ്ച സിയാറത്തിന് പോകുമ്പോ ഒരു ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ദ്വാരക്കാണ്, അപ്പന്റെ അപ്പുറത്തും വലിയ മീസാങ്കല്ല്. അപ്പൊ ഒരാൾ വന്നിട്ട് കണ്ടോ മീസാങ്കല്ലിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയാൽ അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്തിനാണ് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നത്? മരിക്കുമെന്ന ബോധം വേണ്ടേ? എന്തെങ്കിലും പറയലാണോ? കേട്ടോളൂ, ഇതിപ്പോ നിങ്ങൾ കേട്ടത്. ഇനിയിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ നാട്ടുകല്ലിലെ അവസ്ഥ. ഇനിയിപ്പോ ഇതൊക്കെ പ്രാർത്ഥനയുടെയും ഇസ്തിയാസയുടെയും പേരാണ് ഞാൻ ആമുഖം പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മംഫറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മമ്പുറത്തെ തങ്ങള്, ഇപ്പൊ മമ്പുറം തങ്ങൾ കാണിച്ചു തന്നതാണല്ലോ ഇപ്പൊ നാട്ടുകല്ല്. മമ്പുറത്തെ തങ്ങളെ കുറിച്ച് ഇയാൾ എന്താ പറഞ്ഞത്? മമ്പുറത്തെ തങ്ങള് ഒരു വിഗ്രഹമാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇവരുടെ വാക്കിന്റെ ഒരു ഖനം ഒന്ന് വെച്ചു കൊടുക്ക്. ബാലുശ്ശേരി തന്നെ സംസാരിച്ചോട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. നഊദു ബില്ലാഹ്. മമ്പുറം തങ്ങൾ വിഗ്രഹമാണത്രേ. നിങ്ങൾ ചിന്തിക്കണം. ആ മമ്പുറം തങ്ങളെ ആരാധിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണ് ആരാധന എന്നും എന്താണ് പ്രാർത്ഥന എന്നും ഇവിടെ പറയും. ഇസ്തിഗാഥയും കഴിഞ്ഞില്ല. കാന്തപുരവും ചെറുശ്ശേരിയുമാണ് ഇവിടെ ശിർക്കിന്റെ പ്രചാരകരെന്ന് മൗലവി. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങൾ ഇത് കേൾക്കണം, മുസ്ലിമീങ്ങൾ ഇത് കേൾക്കണം. എന്തുകൊണ്ട്? ശിർക്കിന്റെ പ്രചാരകർ ആരാണെന്ന് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് തൗഹീദിനെ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം ഉസ്താദിനെയും ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചും പറഞ്ഞ പരാമർശം നിങ്ങൾ നോക്ക്. അതാരാ പറയുന്നത്? നമ്മളെ സുഹൈർ മൗലവി ചുങ്കത്രയാണ്. ഒന്ന് കേട്ടോളൂ, അയാൾ പറയട്ടെ. ശിർക്ക് വളരാൻ കാരണം
നമ്മളിൽ ശിർക്ക് പൊലിമയുള്ള പൊടിപ്പൊന്തങ്കലുമുള്ളതാകാൻ കാരണം കാന്തപുരവും ചെറുശ്ശേരിയുമല്ലേ? അല്ലേ? അല്ലേ? മൂപ്പര് ചോദിക്കാണ്, കാന്തപുരവും ചെറുശ്ശേരിയല്ലേ ഇവിടെ ശിർക്ക് ഉണ്ടാവാനുള്ള കാരണം? എന്നിട്ട് എന്തെല്ലാം, എല്ലാം ശിർക്ക്. തൊട്ടത് മുഴുവൻ പ്രാർത്ഥന, തൊട്ടത് മുഴുവൻ അബദ്ധം. എത്രത്തോളം അറിയോ? മൗലവി പറഞ്ഞ് അവസാനം പറഞ്ഞു, നേർച്ചക്ക് അറുക്കാൻ കൊണ്ടുവന്ന പോത്തും മുശ്രിക്കാണ്. നമ്മളെയൊക്കെ മുശ്രിക്കാക്കി പോത്തിനെയും വിട്ടില്ല. ശിർക്കിന്റെ പോത്ത് എന്നാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. ബാലുശ്ശേരി. അപ്പൊ മൊയ്തീൻ ശൈഖിന്റെ പേരിൽ പോത്തിനർത്താൽ അത് ശിർക്കിന്റെ പോത്താ. അത് തിന്നാ ശിർക്കിന്റെ പോത്തിറച്ചിയാ തിന്നണ്. അതുകൊണ്ട് അവരെ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കായി പോകുന്നതാണ് സൂറത്ത് അൻആമിലെ 121-ാമത്തെ സൂക്തത്തിൽ സർവാധിനാഥനായ റബ്ബ് പറയുന്നു. റബ്ബ് പറഞ്ഞും ചെയ്തിപ്പത് ആയത്തിന്റെ നമ്പറും പറഞ്ഞിട്ട് പോത്തിനെ തിന്നാൻ മുശ്രിക്കാവുന്ന അല്ല പറഞ്ഞിട്ടുണ്ട്. അത്ര ഇയാളെ ഓഫീസിലേക്ക് സ്പെഷ്യലായി ഇറങ്ങിയ ആയത്തോ. സുബ്ഹാനല്ലാഹ്, റബ്ബിനെ പേടി വേണം. ഞങ്ങൾ പറയട്ടെ, ഈ സമുദായത്തോട് മുഴുവനും പറയട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോടല്ലാതെ ആരാധന സമർപ്പിക്കുകയോ പ്രാർത്ഥന സമർപ്പിക്കുകയോ ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ഒരൊറ്റ സുന്നിയും സമർപ്പിക്കുന്നില്ല. ഉണ്ട് ഇത് തെളിയിക്കാൻ ഈ പ്രദേശത്ത് ആരുണ്ടെങ്കിലും വരാം. ഞങ്ങളാരും ഒരൊറ്റ സുന്നിയും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കുകയോ ഒരൊറ്റ ശക്തിയോടും ആരാധന സമർപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോട്. ഇവരെന്തെല്ലാം കെണിയാണ് ഇവിടെ ഒപ്പിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? ഒരു വഹാബിയുടെ പ്രസംഗം എങ്ങനെയാ തുടങ്ങല്? വഹാബി പ്രസംഗിക്കും, ആദം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ഇസ്മായിൽ നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ് എന്ന് മാത്രമല്ല, വഹാബിന്റെ പ്രസംഗാട്ടോ, അയാളിങ്ങനെ പറയും, അല്ലാഹു തന്നെ പറഞ്ഞത് എന്താണ്? വഖാല റബ്ബുകും ഉദൂനി യസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. സൂറത്തുൽ ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത് ഓതിയിട്ട് വഹാബി പറയുന്നു, അല്ലാഹു പറഞ്ഞത് എന്താണ്? ഉദൂനി യസ്തജിബു ലക്കും, എന്നോട് ദുആ ചെയ്തോ ഞാൻ ഉത്തരം ചെയ്യും. എന്നോട് ദുആ ചെയ്യാതെ അഹങ്കരിക്കുന്നവർ നിന്ദ്യരായി നരകത്തിലേക്ക് കടക്കുന്നതാണ്. ഇവന്റെ പ്രസംഗം കേട്ടാത്തൊന്നും നമ്മളാരും അല്ലാഹുവിനോട് ദ്വാരക്കല്ല. അത് വരുത്തി തീർക്കലാണ് ഇവന്റെ ലക്ഷ്യം. ഞാൻ പറയട്ടെ, തിരുത്തണമത്. ഞങ്ങളെ റബ്ബിനോട് ദുആ ചെയ്യാത്ത ഒരൊറ്റ സന്ദർഭവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഈ സദസ് ഞങ്ങൾ തുടങ്ങി ദുആ ചെയ്തിട്ടാണ് തുടങ്ങിയത്. ഞങ്ങളൊരു വിവാഹ വീട്ടിൽ ചെന്നാൽ ഞങ്ങളെ റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യും. കല്യാണ വീട്ടിൽ ചെന്നാലും മരണ വീട്ടിൽ ചെന്നാലും ദുആ ചെയ്യും. എവിടെ ചെന്നാലും ഞങ്ങളെ റബ്ബിനെ വിട്ടിട്ട് ഒരു ശക്തിയോടും ഞങ്ങൾ പ്രാർത്ഥന സമർപ്പിക്കാറില്ല. എല്ലാ സ്ഥലത്തും ഉദൂനി യസ്തജിബു ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഞങ്ങളെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു തർക്കവും അതിലില്ല. ചില മുജാഹിദ് മനസ്സിലാക്കിയത് ഓന്റെ ആയത്താണ് ഇത്. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പണ്ട് ആലുവയിൽ വാദപ്രതിവാദത്തിന് ചെന്നപ്പോ മുജാഹിദുകൾ ഓതുന്ന കുറച്ച് ആയത്തുകളുണ്ട്. നമ്മളെ ഫൈസൽ ഹസനി ആദ്യം തന്നെ ഓല ഓതുന്ന എല്ലാ ആയത്തും നമ്മളങ്ങ് ഓതി. അപ്പൊ കായക്കൊടി ചോദിച്ചു, ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതിയത്? അപ്പൊ അത്രത്തോളം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവരായത്താണ് ഇത്രയത്. ഞങ്ങൾക്കതിൽ തർക്കമില്ല കൂട്ടരെ. ഇത് എപ്പോഴാ ഞങ്ങളോട് ഓതാൻ പറ്റിയെന്നറിയോ? ഞങ്ങൾ ആരെങ്കിലും അള്ളാനോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് പറയാ, അല്ലല്ല അള്ള പറഞ്ഞിട്ടുണ്ട് ഉദൂനി യസ്തജിബു ലക്കും. ഞങ്ങളെങ്ങനെ പറഞ്ഞോ? ഞങ്ങൾ നിസ്കരിച്ചാൽ റബ്ബിനോട് ദുആ ചെയ്തിട്ടല്ലേ പോവുക? എന്നാ കേട്ടോ, നിങ്ങളെ കൊണ്ട് തന്നെ പറയും. എടുക്ക് സക്കരിയ സലായി എന്താ പറയുന്നത്? ഇവർക്ക് എല്ലാ സ്ഥലത്തെത്തിയാലും ദുആയാണ്. അയാൾ പറയാണ്, കല്യാണ വീട്ടിൽ ചെന്നാൽ ഒരു ഫാത്തിയ ഓതി ദ്വാരക്കാനാണല്ലോ. ഒന്ന് കേട്ടോ, സക്കരിയ സലായി എനിക്കറിയാം, നമ്മൾ ദ്വാരക്കുന്ന ആളാണ്. കേട്ടോളൂ, സക്കരിയ സലായി എന്നെ പറഞ്ഞു. തൊട്ടേടത്തൊക്കെ അൽ ഫാത്തിഹ. ഒരാൾ ഗൾഫിൽ പോകാൻ ഇറങ്ങിയാൽ അൽ ഫാത്തിഹ, പുരക്ക് കുറ്റിയടിക്കാൻ ചെന്നാൽ അൽ ഫാത്തിഹ, പുരയിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ അൽ ഫാത്തിഹ, ഹജ്ജിന് പോകാൻ ഇറങ്ങുമ്പോൾ അൽ ഫാത്തിഹ, കല്യാണത്തിന് പുതിയ ആപ്പിള ഇറങ്ങുമ്പോൾ അൽ ഫാത്തിഹ, പുതുവെണ്ണിറങ്ങുമ്പോൾ അൽ ഫാത്തിഹ, തിരിയാനും മറിയാനൊക്കെ അൽ ഫാത്തിഹ. എന്തിനായി അൽ ഫാത്തിഹ? അപ്പോ തിരിയാനും മറിയാനും നിങ്ങൾക്ക് കൈയിടില്ല, അൽ ഫാത്തിഹ കൊണ്ടില്ലേ? ഞങ്ങളെങ്ങനെ അൽ ഫാത്തിഹ ഓതാതിരിക്കും? ഞങ്ങളെ റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്പം ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യും, പെട്ടെന്ന് ഉത്തരം കിട്ടാൻ.
അപ്പൊ ഏതായാലും ഞങ്ങൾ ദ്വാരക്കുന്നത് അള്ളഹാനോടാണെന്നും അള്ളാഹിന്റെ ഖുർആൻ ഉറപ്പാണല്ലോ. ഫാത്തിഹ ഓതുന്നതിന് വേറെയും ലക്ഷ്യങ്ങളുണ്ട്. ചിലപ്പോ ഞങ്ങൾ ഈ മരണ വീട്ടിലൊക്കെ എല്ലാരും കൂടും. അപ്പൊ ഏതാണ് സുന്നി ഏതാ വഹാബി എന്ന് പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പോ ഉസ്താദ് ഇങ്ങ് വന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാല് അപ്പൊ ഉടനെ ചില ആളുകളൊക്കെ എഴുന്നേറ്റ് പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതാണ് സുന്നി അല്ലാത്തതൊക്കെ പെട്ടെന്ന് തിരിയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഏതായാലും ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അല്ലാഹുവോട് നന്നായി പ്രാർത്ഥിക്കും. ഉദൂനി യസ്തജിബു ലക്കും എന്ന് ഞങ്ങളോട് പറയണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഞങ്ങളെ റബ്ബിനെ വിട്ട് ഒരു സദസ്സിലും ഞങ്ങളൊന്നും ചെയ്യാറില്ല. കേൾക്കണോ നിങ്ങൾക്ക്? റബ്ബിനോട് ദുആ ചെയ്യാത്തവരാരാണ്? ആരാ? അത് സാക്ഷാൽ മുജാഹിദുകളാണ്. ഞങ്ങൾ കണ്ടോ, നിങ്ങൾ സുബ്ഹിയിൽ തന്നെ ഞങ്ങളെ റബ്ബിനോട് പറയാണ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ ഞങ്ങളെ സന്മാർഗത്തിലാക്കണേ. മുജാഹിദ് പറയൂ. പറയില്ല. എന്താ? ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു. അതെന്നും ഇങ്ങനെ പറഞ്ഞാൽ അഥവാ നന്നായാലോ? കുനൂത്ത് വേണ്ട, കുനൂത്തില്ല. നബി തങ്ങൾ മരണം വരെ കുനൂത്തോതി ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഓതൂല, നന്നായാലോ? നിസ്കാരശേഷം ദുആ ബഹുമാനപ്പെട്ട സ്വഹാബികളൊക്കെ പറഞ്ഞു, നബി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും സലാം വീട്ടിയാൽ, എന്നിട്ട് കൂട്ടമായിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളെ മദീനയിൽ നീ ബർക്കത്ത് ചെയ്യണേ. ഇമാം തുബ്രാനിയുടെ ഹദീസ്. കൂട്ടമായി ദുആ ചെയ്യും. എന്നാ മുജാഹിദ് ബാലുശ്ശേരി കേട്ടോ, അയാൾ ദ്വാരക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, നിസ്കരിച്ചിരുന്ന് ദ്വാരക്കണക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. അപ്പൊ ആരാ ദുആയിന്റെ ശത്രുക്കൾ? കേട്ടോളൂ, ഞാൻ വെറുതെ പറയൂല. നിസ്കരിച്ചിരുന്ന് ദ്വാരക്കുന്നതിനേക്കാൾ നല്ലത്, അതുപോലെ കുനൂത്ത് ഓതുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ് എന്ന് മൗലവിന്റെ ഫത്വ. പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷ കുനൂത്ത്? സുബിന്റെ ഉള്ള കുനൂത്തോതി പരിചയം വേണ്ട. പോട്ടെ, ബാക്കി പറയും. ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടും. എന്താ പറഞ്ഞു കൂട്ടി? നിങ്ങൾ കേട്ടോ? ഒരാള് വ്യഭിചരിക്കുന്നത് കണ്ടാൽ, വേറെ ആള് കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുന്നത് കണ്ടാൽ പിശാചിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? ആ കൂട്ടുപ്രാർത്ഥനയാണ്. അപ്പൊ വ്യഭിചാരം അത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സങ്കല്പിച്ചോ, ഒരു മുജാഹിദ് പള്ളിയിൽ അറിയാതെ രണ്ട് മുത്തഅല്ലിമീങ്ങൾ സുബഹി നിസ്കരിക്കാൻ കയറി, അവരിങ്ങനെ കുനൂത്ത് ഓതുകയാണ്. അപ്പൊ ബാലുശ്ശേരി ഇങ്ങനെ കടന്നു വന്ന്, അപ്പൊ ഒരു ഭാഗത്ത് കുനൂത്ത് നടക്കുന്നുണ്ട്, മുജാഹിദ് പള്ളി ആയതുകൊണ്ട് അപ്പുറത്ത് പെണ്ണും ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ അതും നടക്കുന്നുണ്ട്. രണ്ടും കണ്ടിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എടാ കുനൂത്ത് പാടില്ല, പോ. വിചാരിക്കുന്നവരോട് കുഴപ്പമില്ല, നല്ല പണി തന്നെയാണ്, ഇതാണ് മോശം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ദീനാണോ? നിങ്ങൾ പറ, ആര് പഠിപ്പിച്ച ദീനാണിത്? ഇത് ഏത് സമുദായത്തിനെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായ പ്രസ്ഥാനത്തെയോ? അപ്പൊ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്. പക്ഷെ വേറൊന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയൂ? മുജാഹിദ് ഒരുപാട്, ഇപ്പൊ ഞാൻ ഓതിയ ആയത്ത്, ഇനിയുണ്ടിട്ട് ഒരുപാട് ആയത്ത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ ആയത്ത് നാളെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. സ്ത്രീ പള്ളി പ്രവേശനം ചർച്ച ചെയ്യും. ഇരിക്കട്ടെ. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും ആരാധിക്കരുത്, പ്രാർത്ഥന സമർപ്പിക്കരുത്. അങ്ങനെ ഒരുപാട് ആയത്ത്. ഈ ആയത്തുകളിലൊക്കെ പറഞ്ഞതാണ് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. സഹോദരന്മാരെ, പക്ഷെ ഇവിടെ എന്താ സംഭവം എന്നറിയും? എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുന്നിടത്ത് വഹാബിക്ക് വലിയ അബദ്ധം സംഭവിച്ചു. ഇത് ഏതുപോലെ? ഇവർ ആയത്തോതുന്നതിന്റെ ഉദാഹരണം ഞാൻ ആദ്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഒരാള് ഹോട്ടലിൽ, നമ്മളെ കടുങ്ങാത്തുകുണ്ടിലൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ചായ കുടിക്കുകയാണ്. അയാൾ കള്ളല്ല കുടിക്കുന്നത്, എന്താ കുടിക്കുന്നത്? ചായയാണ്. ചായ, നല്ല മധുരമുള്ള ചായ കുടിക്കുമ്പോ വേറൊരാൾ വന്നിട്ട് ബാക്കിൽ വന്നു, ചായ കുടിക്കുന്നവന്റെ പിന്നിൽ വന്നിട്ട് ഒരു പ്രസംഗം. ഡാടാ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കേട്ടിട്ടില്ല? എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള് മഹാ തെറ്റാണ്, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ? ആരോടാ ഇത്?
ചായ കുടിക്കുന്നവനോടാണ് ഇപ്പം കള്ളു കുടിക്കരുത് എന്നുള്ള ആയത്ത് ഓതുന്നു. ആർക്കാ പേച്ചത്? ചായ കുടിക്കുന്നവന് പേച്ചിട്ടില്ല, അവൻ കുടിക്കുന്നത് ചായ തന്നെയാണ്. പക്ഷേ ഈ ആയത്ത് ഓതുന്ന ചങ്ങാതി മനസ്സിലാക്കിയത് ഈ ക്ലാസ്സിലുള്ളത് കള്ളാണെന്നാണ്. കാരണം അവന് ചായയും തിരിഞ്ഞില്ല, കള്ളും തിരിഞ്ഞില്ല. ഇങ്ങനെ ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന ആയത്ത് ഓതുന്നത് പോലെയാണ് നമ്മളോട് അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ആയത്ത് ഓതുന്നത്. എന്താണ് പ്രാർത്ഥന? ഞാൻ ചോദിക്കട്ടെ, ഈ അൻസാർ കോളേജ് ഇത്രയും കാലമായി ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായതിന്റെ ശേഷം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇന്നതാണ് പ്രാർത്ഥന എന്ന് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ മൗലവിമാര്? നിങ്ങൾ ഏത് മൗലവിനെ വിളിച്ചിട്ട് ചോദിക്കല്ല, മൗലവി എന്താ ഈ പ്രാർത്ഥന ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചോ എന്താ പ്രാർത്ഥന? ഞാൻ ഈ അടുത്ത് തലശ്ശേരിയിൽ ചെന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഇതിന്റെ മർമ്മം. പ്രാർത്ഥന എന്താന്ന് ഒരൊറ്റ മുജാഹിദും പഠിച്ചിട്ടില്ല. ഇല്ല, ഉണ്ടെങ്കിൽ കൊണ്ടുവരി നിങ്ങൾ മുജാഹിദുകളെ. ഇല്ല, ഞാൻ തലശ്ശേരിയിൽ ചെന്നു. നിങ്ങൾ മനസ്സിലാക്കണം, വൈകുന്നേരം വരെ ചർച്ച ചെയ്യും. അപ്പോ ലാസ്റ്റ് നമ്മൾ കുറെ മുജാഹിദുകളും വന്നിട്ടുണ്ട്, പ്രശസ്തരായ പ്രാസംഗികരൊക്കെ കൂട്ടത്തിലുണ്ട്. വൈകുന്നേരമായപ്പോ ഞാൻ പറഞ്ഞു, മൗലവി ഇതുവരെ ഇപ്പൊ ഞാൻ ഖബറിലും നിങ്ങൾ മുങ്കറിനക്കീറും, ഇനി ഒരു ചോദ്യം ഞങ്ങൾ അങ്ങോട്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചോളൂ ഉസ്താദെ, മറ്റു വേറെ ചോദ്യം ചോദിക്കരുത്. ആയിക്കോട്ടെ, ഒരു ചോദ്യം. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല മൗലവി ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അതൊന്നുകൊണ്ട് പറ. ഇയാൾ പറഞ്ഞു, പ്രാർത്ഥിക്കന്നെ ഉസ്താദെ. അത് ശരിയാവൂല. പ്രാർത്ഥന അറിഞ്ഞാൽ പ്രാർത്ഥിക്കന്നെ എന്നാ മറുപടി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കരിക്കന്നെ എന്നാ മറുപടി. അല്ല, നിസ്കാരം എന്നാൽ എന്താ? നമ്മുടെ സമുദായത്തിനൊരു നിർവചനമുണ്ട്. എന്താണത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്നതിനാണ് നിസ്കാരം എന്ന് പറയുക. അങ്ങനെ ഒരു നിർവചനല്ലേ? ആ നിർവചനം പറ. അപ്പൊ ഒരാൾ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഉസ്താദെ വിഷമം ശക്തമാകുമ്പോൾ ഒരാളോട് ഒരു കാര്യം തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാ. ആഹാ, ശരി. അപ്പൊ വിഷമം ശക്തമാകുമ്പോ വേറൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതാണ് പ്രാർത്ഥന. ഇത് അള്ളാഹിനോടെ പറ്റുള്ളൂ എന്നാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ഒരു പുഴ, ആ പുഴയിലൂടെ ഒരു നീന്താൻ അറിയാത്ത ഒരാൾ ഇങ്ങനെ തോണിയിൽ സഞ്ചരിക്കുകയാണ്. പുഴയുടെ സെന്ററിലെത്തി തോണി മറിഞ്ഞു. അയാൾക്ക് നീന്താൻ അറിഞ്ഞൂടാ. എന്തായാലും വിഷമം ശക്താന്ന് ഉറപ്പാണല്ലോ. ഞാൻ ചോദിച്ചു, അപ്പൊ കരയിലുണ്ട് ഒരാൾ. തോണി മറിഞ്ഞപ്പോ കരയിലുള്ള ഒരാളോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ, ഇത് പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടില്ലേ, എന്നാ ഞാൻ ഉസ്താദെ വേറെ നിർവചനം പറയാം. അപ്പൊ അത് പോയി. പിന്നെ അയാൾ പറഞ്ഞെന്താ അറിയോ? മരിച്ചവരോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ഓഹോ. അപ്പൊ നമ്മൾ ചോദിച്ചു, മരിച്ചവരോട് തേടിയാലേ പ്രാർത്ഥനയാവൂ? എന്നാ മോനെ ആകെ കുടുങ്ങി. കാരണം എന്താ? അള്ളഹാനോട് തേടിയാ പ്രാർത്ഥന ആവൂല. കാരണം അള്ള മരിച്ചിട്ടില്ലല്ലോ, അള്ള ജീവിച്ചിരിക്കുന്നവനല്ലേ. ഇങ്ങോട്ട് പറയും എന്താ ഈ പ്രാർത്ഥന? അവസാനം അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാനൊന്ന് പഠിച്ചു വരാം. 25 കൊല്ലം പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പ്രസംഗിച്ച മൗലവിക്ക് എന്താ പ്രാർത്ഥന എന്നറിഞ്ഞൂടാ. ഇപ്പൊ അതല്ല, അതുപോട്ടെ. ഇപ്പൊ സാധാരണക്കാരൻ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? മൗലവി മുസ്ലിയാരാണെന്നുള്ള വേറെ കാര്യം, ഞാൻ പറഞ്ഞു. ഫൈസൽ മൗലവി, അയാള് നമ്മളെ വേങ്ങരക്കടുത്ത് ചേറൂരിൽ വെച്ച് ഞാനും ബഹുമാനപ്പെട്ട രാമന്തളിയും അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് ഈ ഫൈസൽ മൗലവിയും വന്ന് വീട്ടിൽ വെച്ചൊരു വാദപ്രതിവാദം. അതെന്തിനാ ഉണ്ടായതെന്ന് അറിയും? രണ്ടത്താണിയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകനെ മുജാഹിദാക്കാൻ അദ്ദേഹത്തിന്റെ പെങ്ങളെ ഭർത്താവ് അളിയൻ ശ്രമിച്ചു. അയാൾ മുജാഹിദാണ്. അപ്പൊ നമ്മളെ കുട്ടി പറഞ്ഞു, ഞാൻ മുജാഹിദൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനൊരു ഉസ്താദിനെ കൊണ്ടുവരും, നിങ്ങളൊരു മൗലവിനും കൊണ്ടുവരാം, എന്നിട്ട് രണ്ടാക്കും കൂടി ഒന്ന് ചോദിക്കാം. ഉത്തരം നിങ്ങളെ മൗലവി പറഞ്ഞില്ലെങ്കിൽ നീയും കൂടി സുന്നിയാവാ, നീ ഞങ്ങളെ ഉസ്താദിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ മുജാഹിദ് ആവാന്ന്. അങ്ങനെ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഞാനും ചെന്നു, രാമന്തലിയുണ്ട്, അപ്പുറത്തുനിന്ന് ഫൈസൽ മൗലവിയും കുറെ മൗലവിമാരും വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. അപ്പൊ തന്നെ ഒരു സംവാദാവാ, ഇനി നമുക്ക് കൂടുതൽ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. കുറെ നിഷ്പക്ഷകരായ ആളുകൾ ഇരുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നതിന് മറുപടി പറയല നമ്മളെ ഡ്യൂട്ടി. ഉസ്താദെ, ഞങ്ങൾ പണ്ടൊക്കെ മൊഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചിരുന്നു, ഇപ്പൊ വിളിക്കാനൊരു മടി, ഈ മൗലവിമാരെ പ്രസംഗമൊക്കെ കേട്ടിട്ട്. അപ്പൊ അതിന്റെ സത്യം ഞങ്ങൾക്ക് തിരിയണം. എന്താണ് നിങ്ങളുടെ വീക്ഷണം? മൗലവി ആദ്യം പറയട്ടെ എന്ന്. അപ്പൊ ഈ മൗലവി തുടങ്ങി പ്രസംഗം. ഇയാൾ ഈ ആയത്തൊക്കെ ഓതി. ഒരുപാട് ആയത്തീൻ, നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെ നിങ്ങളെ വിളി കേൾക്കൂല. ഇതൊക്കെ ഇങ്ങോട്ട് ഓതിയിട്ട് അയാൾ പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പ്രാർത്ഥന അള്ളഹാനോട് മാത്രം. ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് അള്ളഹാനോട് തന്നെ, ഞങ്ങൾക്കതിൽ തർക്കല്ല.
പക്ഷെ 10 മിനിറ്റ് മൗലവി പ്രസംഗിച്ചിട്ട് പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞിട്ടില്ല. എന്താണ് പ്രാർത്ഥന എന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമേ ഉള്ളൂ, പ്രാർത്ഥന എന്താന്ന് മൗലവി ഇങ്ങോട്ട് പറഞ്ഞാൽ വിഷയം തീരുമാനമാവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫൈസൽ മൗലവി എന്താണ് പ്രാർത്ഥന എന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വിഷയമാണ് തീരുമാനാക്കാം. അപ്പൊ കുട്ടികൾ ചോദിച്ചോ, അത് ശരിയാണ് മൗലവി, നിങ്ങൾ ആ പ്രാർത്ഥന എന്ന് പറയും, എന്താണ് ഇപ്പൊ ഇത് സാധനം? അയാൾ ആദ്യം ഇങ്ങനെ ഒഴിഞ്ഞു മാറി, നിർവചനം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പെടുന്ന് കണ്ടപ്പോ മൗലവി പറഞ്ഞു, പ്രാർത്ഥന എന്താന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ ഞാനത് പറയില്ല, എനിക്കറിയാ പറയൂല. നല്ല കൊടുക്കാനല്ലോ, ഇപ്പൊ അറിയും ചെയ്യും പറയില്ല. കുട്ടികളുടെ മുട്ടായി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, മിഠായി അതാ തരും, സാധനം വേണ്ട പക്ഷെ തരൂല എന്ന് പറഞ്ഞ പോലെ അവസാനം എന്നോട് ചോദിച്ചു നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞു ഞാൻ പറയാ, പക്ഷെ ഈ സാധനം അറിയെന്ന് പറയാൻ പാടില്ല. അറിയും പറയില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മൗലവിനോട് പിന്നെ ആളുകൾ ചോദിച്ചു, ഒന്ന് പറയും മൗലവി. അപ്പൊ മൗലവി പറഞ്ഞു, അഹ്സനിയാണ് ചോദിച്ചത്, അയക്കത് അറിയാം, അറിഞ്ഞു ചോദിച്ചുമ്പോ ഞാൻ പറയില്ല. അപ്പൊ നമ്മൾ കുട്ടികൾ പറഞ്ഞു, അഹ്സനാണ് വിട്ടാളി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറ, ഞങ്ങളറിയില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പറ. അവസാനം ഈ മൗലവി പറഞ്ഞു പറയില്ലട്ടോ. അങ്ങനെ അവസാനം കുറെ കുട്ടികൾ വന്ന് നമുക്കൊരു ട്രോസ് ഇടുക, എന്നിട്ട് ഇപ്പൊ അതിന് നറുക്കിട്ട് തീരുമാനിക്കുക, നറുക്ക് ആർക്കാ കിട്ടിയത് ഒരു നിർവചനം പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി, നമുക്കെന്താ. അപ്പൊ ഫൈസൽ മൗലവി എഴുന്നേറ്റ് പറഞ്ഞു, നറുക്കിടൽ ഇസ്ലാമികല്ല. നറുക്കിടൽ ഇസ്ലാമികല്ല. ഞാൻ ചോദിച്ചു, മൗലവി ഓട്ടക്കൽ സംഭവത്തിന് നമ്മൾ രണ്ടുപേരും നറുക്കിട്ട് അന്ന് നറുക്ക് പറ്റിയിരുന്നു. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. ഏതായാലും അയാൾ എഴുന്നേറ്റ് പറഞ്ഞെന്താണെന്നറിയോ, എന്തിനിപ്പം നറുക്കിട്ടാലും ട്രോസ് ഇട്ടാലും എനിക്ക് കിട്ടിയാലും പ്രാർത്ഥനയുടെ നിർവചനം ഞാൻ പറയില്ല. കഴിയില്ല, ഇതെന്റെ വെല്ലുവിളിയാണ്, എഴുതി വെച്ചോ. എന്താ പ്രാർത്ഥന എന്ന് നിർവചിച്ചൊരൊറ്റ മുജാഹിദിനെ കടുങ്ങാത്തുകൊണ്ടിൽ കാണിച്ചു തന്നാൽ ഞാൻ എന്റെ ഉള്ളൻ കയ്യിൽ നിന്ന് രോമം പറിച്ചു തരും. കഴിയില്ല, അവർക്ക് പ്രാർത്ഥന പഠിച്ചിട്ടില്ല. പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന ചിലതുണ്ട്, അതിപ്പോ എന്താ ചെയ്യാ? അതിന് ഞാൻ തൽക്കാലം ഓലെന്തായാലും പറയില്ല. ഓലെ ബുക്കിൽ നിന്ന് നമുക്ക് എടുത്തു നോക്കാം എന്താ പ്രാർത്ഥന. ഇവിടെ നമ്മളെ കുഞ്ഞീദ് മൗലവി മദനിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ ഇവിടെ, കണ്ടോ നിങ്ങള്? കുഞ്ഞീദ് മദനിന്റെ തൗഹീദ് ഒന്നും ഇപ്പൊ ഇല്ലട്ടോ, അതൊക്കെ മൺമറിഞ്ഞു പോയി. ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ തെളിയിക്കും. ഈ കുഞ്ഞീദ് മദനിണ്ട്, ഇയാള് പറയുന്ന പ്രാർത്ഥന ഏതാണെന്നറിയും? ഇയാള് പറയുന്നത് മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാന്ന് ഇയാള് പറയും. എന്തേ? ശരിക്ക് കേട്ടോ, മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അഥവാ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ സൃഷ്ടികളോട് സഹായം തേടുന്നതിനാണ് എന്തെന്ന് പറയാ? പ്രാർത്ഥന എന്ന് പറയാൻ. എങ്ങനെയുണ്ട്? മനുഷ്യന്മാർക്ക് കഴിയാത്ത കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാണ് എന്ന് നമ്മളെ മൗലവി കൊണ്ടുപോവാ. നമ്മളെ സക്കരിയ സ്വലാഹിയെ ഈ നിർവചനം പൊളിക്കാൻ വേണ്ടി വരുന്നു. സക്കരിയ സ്വലാഹി ശരിക്കും കേട്ടോളി, ഇവർക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല എന്ന് ഞാൻ തമാശ പറയല്ല. ഇപ്പൊ എന്താ ഇതിലുള്ള നിർവചനം? മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് കുഞ്ഞീദ് മദനി. സക്കരിയ സ്വലാഹി വന്നിട്ട് അതിനെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. കേൾക്കി കേൾക്കി വേഗം കേൾക്കി. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട്. എന്തായി? ആനയോട് സഹായം തേടിയാൽ മുശ്രിക്കാകുമോ? അത് മടവൂരികൾക്ക് മാത്രം ബാധകല്ല. കുഞ്ഞീദ് മദനി നിങ്ങളുടെയും നേതാവാണെന്നുമല്ല, ഈ സക്കരിയ സ്വലാഹി അടക്കമുള്ള അൻസാർ അടക്കമുള്ള കോളേജുകളിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇന്നത്തെ പുസ്തകത്തിലും പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടൽ പ്രാർത്ഥനയാണെന്നാണ്. ഇയാളെ പുസ്തകത്തിലും അതന്നെ പറയുന്നത്. നിഷേധിക്കാൻ കഴിയുമോ? ആര് പറഞ്ഞു ഇത്? അങ്ങനെ ഒരു പ്രാർത്ഥന ലോകത്താരെങ്കിലും പറഞ്ഞോ? വയനാട് വെച്ച് മടവൂരികൾ വന്നപ്പോ ഞങ്ങൾ അവരോട് ചോദിച്ചു, വല്ല കിതാബിലും പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത നിർവചനമല്ലേ? ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രാർത്ഥന എന്താന്ന് തിരിഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ പറയട്ടെ എന്താ പ്രാർത്ഥന? കേട്ടിരുന്നോ? പ്രാർത്ഥന ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതേതാ പ്രാർത്ഥന? ശരിക്ക് കേട്ടോളൂ. അത് പറയാൻ ഞാൻ ഇമാം റാസിയുടെ ഇബാറത്താണ് ഉദ്ധരിക്കുന്നത്. തകർക്കാൻ കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാം,
പ്രാർത്ഥന എന്താണെന്ന് ഇമാം റാസി പറയട്ടെ. സൂറത്തുൽ ബഖറയുടെ 186 ആയത്ത് എടുക്കൂ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആൻ. ശുദ്ധ ഖുർആൻ പറയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങളോട് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറയണം, ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. അവിടെ ഏതാ ഇമാം റാസി പറയുന്നു, എടുത്തു നോക്കൂ, റാസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. എന്താണോ ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന കേട്ടോളൂ. വഹഖീഖത്തുദ് ദുആഇ, പ്രാർത്ഥനയുടെ നിർവചനം ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു വൽ ഇനായത വസ്തിംദാദുഹു ഇയ്യാഹുൽ മഊന. കേട്ടോ, എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരടിമ അവന്റെ റബ്ബിനോട്, അവന്റെ ദൈവത്തോട്, അവന്റെ ഇലാഹിനോട് നടത്തുന്ന സഹായാർത്ഥന, അതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്റെ വാചകമല്ല, ഇമാം റാസി പറഞ്ഞതാണ്. ഇമാം റാസി മാത്രമല്ല, അബൂ സുലൈമാനുൽ ഖത്താബി ബഹുമാനപ്പെട്ട പണ്ഡിതൻ ശഅ്നുദ് ദുആ എന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു. അതിലും പറയുന്നത് ഇതേ നിർവചനമാണ്, ലോകത്ത് തർക്കമില്ലാത്ത നിർവചനം. ഇതിന്റെ അർത്ഥം എന്താ? ഒരടിമ തന്റെ റബ്ബിനോട്, ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥന. അപ്പൊ ഞാൻ മുഹിയുദ്ദീൻ ശൈഖിനോട് പറയുന്നു, എന്റെ രോഗം മാറ്റണേ. എന്റെ വിശ്വാസം എന്തെന്നാ നോക്കുക. മുഹിയുദ്ദീൻ ശൈഖ് റബ്ബാണെന്നാണോ ദൈവമാണെന്നാണോ? പാടില്ല, അത് പ്രാർത്ഥനയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ തുടങ്ങിയിട്ട് ഇവരോതുന്ന സർവായത്തും പറഞ്ഞത് ഈ പ്രാർത്ഥനയെ കുറിച്ചാണ്. അഥവാ നാം ആരോട് എന്ത് ചോദിക്കുന്നു എന്നതല്ല. ഇപ്പൊ സത്യസായി ബാബ അയാൾ ദൈവമാണെന്ന് കരുതിയിട്ട് ബാബയോട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണത്, പാടില്ല. ചോദിക്കുന്നവന്റെ മനസ്സിൽ എന്ത് എന്നതാണ് പ്രാർത്ഥനയുടെ മാനദണ്ഡം. ആർക്കതറിയാത്തത്? അപ്പൊ നബിതങ്ങളോടൊരു കാര്യം പറയുന്നു. നബിതങ്ങൾ അള്ളാന്റെ അടിമയാണ്, റസൂലാണ്, ഇലാഹല്ല, റബ്ബല്ല, റബ്ബിന്റെ മകനുമല്ല, കേവലം റബ്ബിന്റെ അടിമയായ അസാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകൂല, അത് വെറും സഹായാർത്ഥനയാകൂ. അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞ പ്രാർത്ഥനയിൽ അത് പെടൂല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അത് ഈ രൂപത്തിൽ ദൈവത്തോട് ദൈവമാണെന്നോ റബ്ബാണെന്ന് കരുതിയിട്ടുള്ള ചോദ്യം മാത്രമേ പ്രാർത്ഥനയുടെ പരിധിയിൽ പെടൂ. ഇനി സംശയം ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം. ഇപ്പോഴല്ലോ അവസരം തരും, കഴിഞ്ഞിട്ടില്ല. ഇവരെ പ്രാർത്ഥന ഒന്നുകൂടി ഞാൻ ശരിക്ക് അതിനെ വിചാരണ ചെയ്യാൻ പോവാൻ. ഇവർക്ക് പ്രാർത്ഥന എന്നാ രക്ഷകന് ഇലാഹു പറഞ്ഞൂടാ. ബാലുശ്ശേരി പറയുന്ന വേറൊരു പൊട്ടത്തരം കേട്ടു. ഒന്നും പഠിക്കാത്ത കുറെ ആളുകൾ ഇവരാണ് ഇപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത്. ബാലുശ്ശേരിയുടെ ഒരു ഇനി ഇവിടെ ശരിക്ക് പഠിക്കേണ്ട ഒരു പദമുണ്ട്, രക്ഷിക്കുക, രക്ഷകൻ എന്നൊക്കെ ഗുണം ആർക്കാ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? രക്ഷകൻ അല്ലേ? അപ്പൊ മൊയ്തീൻ ശൈഖിനെ രക്ഷകനായി സ്വീകരിച്ച അതിനർത്ഥം എന്താ? മൊയ്തീൻ ശൈഖാണ് അവന്റെ റബ്ബ്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് ഒരാൾ പറഞ്ഞ അതിനർത്ഥം എന്താ? മൊയ്തീൻ ശൈഖാണ് എന്റെ റബ്ബ്. ഭയങ്കര കണ്ടുപിടുത്താ. രക്ഷകനാക്കിയാ തന്നെ പോയി. ഓ എന്റെ മൗലവിമാരെ, രക്ഷിതാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ രക്ഷിതാവ് റബ്ബാക്കലായി. ഒരന്തുമില്ല, ഞാൻ എന്താ ചെയ്യാ? സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ അതൊന്നുമല്ല. റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും ഇലാഹാണെന്നും ആരാധനക്കർഹനാണെന്നും വിശ്വസിക്കുന്നതോടെയാണ് ഇസ്ലാമിന്റെ തൗഹീദിൽ നിന്ന് പുറത്തു പോകുന്നത്. അത് ചിലപ്പോ മുജാഹിദുകൾക്കും മനസ്സിലായി തുടങ്ങി. എപ്പോന്നറിയോ? നേരത്തെ സൂചിപ്പിച്ച പോലെ ജിന്നി വിവാദം വന്നപ്പോ കുറച്ചൊക്കെ പ്രാർത്ഥന അവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി ഞാൻ പറയുന്നത്. ഇവര് പണ്ട് പറഞ്ഞ എന്താണെന്നറിയോ? ഇവരൊരു ഉദാഹരണം പറയാറുണ്ട്. ഇവരെ തൗഹീദ് പൂർണ്ണമാവൽ എവിടുന്ന? താമരശ്ശേരി ചുരത്തിലെത്തണം, അപ്പോഴാ മുജാഹിദിന്റെ തൗഹീദ് പൂർണ്ണാവൻ. ഈ കുഞ്ഞീത് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞീത് മദനി നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി 6ാമത്തെ വളവിൽ വെച്ച്. അപ്പോഴതാ ബസ്സിൽ വെച്ച് ഒരാൾ യേശുവിനെ വിളിച്ചു, ഒരാൾ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചു, ഒരാൾ അള്ളാനെ വിളിച്ചു. ഇതിൽ അള്ളാനെ വിളിച്ചത് മാത്രം തൗഹീദ്, വേറെ ആരെ വിളിച്ചാലും ശിർക്ക്. പണ്ട് ഇങ്ങനെയായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. അത് നമ്മളെ CP സലീം എന്ന് പറഞ്ഞൊരു മൗലവി, അയാളൊന്ന് പറയുന്നത് കേട്ടോളൂ.
ആദ്യകാലത്ത് ഇവർ പഠിപ്പിച്ച തൗഹീദാണിത്. ഇതിനെ ഇവർ തന്നെ പൊളിച്ചെഴുതും. ഇൻഷാ അല്ലാഹ് ഞാനത് കൃത്യമായി പറയും. CP സലീമിന്റെ പ്രസ്താവന ഒന്ന് കേൾക്കുക. ഇതിന്റെ പൂർത്തിയാക്കിയിട്ടേ നിങ്ങൾ പോകാവൂ. കാരണം ഇത് ഒന്നുമായി ബന്ധമുള്ള വിഷയമാണ്. CP സലീം പറയട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. ഒരു വാഹനാപകടം, വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അത് അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ബസ്സിലുള്ള ക്രൈസ്തവർ യേശുവെ രക്ഷിക്കണമേ എന്ന് സ്വാഭാവികമായും വിളിക്കും. ആ ബസ്സിലുള്ള ക്രൈസ്തവർ ശ്രീരാമ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നൊക്കെ സ്വാഭാവികമായും വിളിക്കും. ആ ബസ്സിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൾ എന്ത് വിളിക്കണം? അവിടെയാണ് പ്രശ്നം. യേശുവെ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ യേശു ഇറങ്ങി വന്നുകൊണ്ട് ഈ ബസ്സിനെ തടഞ്ഞു നിർത്തും എന്ന ആ വ്യക്തിക്ക് വിശ്വാസമില്ല. മറിച്ച് മറഞ്ഞ വഴിയിലൂടെ, വൈബിയായ മാർഗത്തിലൂടെ യേശു ഈ രംഗം കാണുകയും അങ്ങനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന വിശ്വാസമാണ്. ഗുരുവായൂരപ്പൻ ഇറങ്ങി വന്നുകൊണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിക്കൊണ്ട് രക്ഷിക്കുമെന്നല്ല. എൻ്റെ വിളി ഗുരുവായൂരപ്പൻ കേട്ടുകൊണ്ട് മറഞ്ഞ വഴിയിലൂടെ, വൈബിയായ മാർഗത്തിലൂടെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസം. ആ ബസ്സിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ, ഒരു മുസ്ലിമത്തുണ്ടെങ്കിൽ അവൻ എന്ത് വിളിക്കണം? ഗതികെട്ടവൻ അവനെ വിളിച്ചാൽ ആ വിളിക്കുന്നവന് ഉത്തരം ചെയ്യുന്നവൻ ആരാണ്? അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. രക്ഷിക്കുമെന്നല്ലേ വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി റബ്ബിനെ അല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയായി, പ്രാർത്ഥനയായി, അത് റബ്ബല്ലാത്തവർക്കുള്ള ഇബാദത്താവുക വഴി ഈ ലോകത്തുള്ള ഏറ്റവും വലിയ തെറ്റ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലയിൽ കലർപ്പുണ്ടാക്കുക. ഇയാള് പറഞ്ഞ് ശരിക്കും ശ്രദ്ധിച്ചോ? ബസ്സിന്റെ ബ്രേക്ക് പൊട്ടിയപ്പോ യേശുവിനെ വിളിച്ചു. യേശു മറിഞ്ഞ വഴിയിലൂടെ സഹായിക്കുമെന്നാ വിചാരിച്ചത്. ഗുരുവായൂരപ്പനും മറിഞ്ഞ വഴിയിലൂടെ സഹായിക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അല്ലല്ലാത്ത ആരെയും വിളിക്കരുത്, ഒക്കെ ശിർക്കാണ്. എന്നാലോ ഇപ്പയതാ നമ്മളെ പുതിയ മൗലവിമാര് പറയുന്നു, ജിന്നിനെ വിളിക്കാം, ശൈത്താനെയും വിളിക്കാം. അപ്പൊ ജിന്നെ സഹായിക്കുന്നത് മറിഞ്ഞ വഴിക്കാണല്ലോ, ജിന്നിനെ കാണൂലല്ലോ. അപ്പൊ മുമ്പ് പറഞ്ഞതോ അവിടെയാണ് വിഷയം. അള്ളാനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞ ടീം ഇപ്പൊ എവിടെ എത്തി? അള്ളാനെ മാത്രല്ല ജിന്നിനെ ശൈത്താനൊക്കെ വിളിക്കാം, പിന്നെ അമ്പിയാക്കളെ വിളിക്കരുത്. അവിടെയുള്ളൂ തർക്കം. ജിന്നി വിവാദം വന്നപ്പോൾ അവരുടെ തൗഹീദ് മാറി മറിഞ്ഞു, ആകെ കലങ്ങി. അതിന്റെ ഉദാഹരണങ്ങളിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മളെ തെളിവ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇസ്തിഗാസയിൽ പറയും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, മുജാഹിദ് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലോ, ഒരു വിളി മാത്രമേ പറ്റൂ. പിന്നെ അവരതിൽ നിന്ന് ചാടി. എന്നിട്ട് അടുത്ത വശം എന്താണെന്നറിയോ? ജിന്നിനെ വിളിക്കാമെന്ന് മൗലവിമാർ പറയുന്നു. അതിന്റെ ഉദാഹരണം കാണിക്കുന്നു. അതിനു മുമ്പ് ഞാൻ പറയാം, ജിന്നി വിവാദം വന്നപ്പോ കേരളത്തിലുള്ള മുജാഹിദുകൾ രണ്ട് തട്ടിലായി. ഒന്ന്, നമ്മുടെ ഇന്നലെ നിങ്ങൾ കണ്ട മുഹദ്ദിസ് ഉണ്ടല്ലോ, സലാം സുല്ലമി, അയാള് നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ് മടവൂരികൾ, അവര് പറഞ്ഞു ജിന്നി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. ഓല് പിന്നെ അങ്ങനെയായി. നമ്മളെ AP അബ്ദുൽ ഖാദിർ മൗലവിന്റെ ഗ്രൂപ്പ് പറഞ്ഞത് ജിന്നുണ്ട് എന്ന് മാത്രമല്ല, ഓരോട് സഹായം തേടും ചെയ്യാം. ഒന്ന് കുറച്ച് അങ്ങനെയും പറഞ്ഞു, ഒന്ന് തീരല്ല എന്നും പറഞ്ഞു. അപ്പൊ ജിന്നി എന്ന് ഖുർആനിലുണ്ടല്ലോ. അതിന് സലാം സുല്ലമി പറഞ്ഞ മറുപടി, ജിന്നി പറഞ്ഞാൽ കാട്ടാളൻ, അതുപോലെ വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെയാണ് ജിന്നി എന്നാണ് മൂപ്പർ അഭിപ്രായം. സലാം സുല്ലമി എന്ന് പറയട്ടെ, ആരാണ് ജിന്നി ഒന്ന് കേട്ടോളൂ. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്നിൽ തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്.
ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നാ പ്രയോഗിക്കുക, ഹദീസിലൊക്കെ എന്തെന്നാ പ്രയോഗിച്ചത്, ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലാക്കി. ബാക്ടീരിയ അതുപോലെ പണ്ട് നിങ്ങൾ പഠിച്ചല്ലോ, കക്കൂസിലേക്ക് പോകുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അതിന്റെ അർത്ഥം പണ്ട് നമ്മൾ കേട്ടത് എന്താ? ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും കാവൽ ചോദിക്കുന്നു. സലാം സുല്ലമി പറഞ്ഞ അർത്ഥം എന്താ അറിയൂ? അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. പിന്നെ കക്കൂസിൽ കൊതുകാനുണ്ടാകാൻ സാധ്യത ഉള്ളത്, അതുകൊണ്ട് മൂപ്പരതിന്റെ അർത്ഥം പറഞ്ഞത് ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ വൈറസ്, ബാക്ടീരിയ, കൊതുക് ഇതൊക്കെയാണ് ജിന്ന്. അതുകൊണ്ടാണ് സക്കരിയ സലാഹി പറഞ്ഞു, അങ്ങ് ജർമ്മനിയിലുള്ള മരുന്ന് വരെ ജിന്നിനിവിടെ കൊണ്ടുവരാൻ കഴിയും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു ജിന്നിന് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കേരളത്തിലെത്തിക്കാൻ. അപ്പൊ സലാം സുല്ലമിന്റെ ഒരു വെല്ലുവിളി നടത്തിയിട്ട്, ഭയങ്കര വെല്ലുവിളിയാണ്, ഒന്ന് കേട്ടോളൂ. ആ വെല്ലുവിളി ഞാൻ എന്റെ നാവ് കൊണ്ട് പറയില്ല, കാരണം ഞമ്മക്കത് പറയാൻ പറ്റൂലല്ലോ. ഇയാള് വെല്ലുവിളിക്കുന്ന വെല്ലുവിളി കേട്ടോളൂ. ജർമ്മനിയിൽ നിന്നൊക്കെ ജിന്നുകൾക്ക് മരുന്നെത്തിച്ചാൻ കഴിയുമെങ്കിൽ ഇയാൾ പറയാണ്, ബാക്കി ആള് പറയണം. പോട്ടെ, ഞാൻ വെല്ലുവിളിച്ചത് തയ്യാറുണ്ടോ? എന്റെ റൂമിൽ ഒരു ഷെഡ് എടുത്ത് കണ്ട് പുറത്ത് കുടിച്ചോ പിശാചിനെ പൂജിച്ചിട്ട്? ഭയങ്കര വെല്ലുവിളിയാ. എത്രങ്ങാനും സാധന ലോകത്തിന്റെ മൂപ്പര വെല്ലുവിളിയപ്പത്. മൂപ്പര തൗഹീദ് ഇപ്പൊ എവിടെ തോന്നുന്നു ഈ രൂപത്തിൽ. അതാണ് ഇപ്പൊ കടുത്ത വെല്ലുവിളി. അപ്പൊ നമ്മളെ സക്കരിയ സലാഹി പറഞ്ഞു, സക്കരിയ സലാഹിനെ 6 വർഷം പഠിപ്പിച്ച ഉസ്താദാട്ടോ ഈ ആള്. ആര്? സലാം സുല്ലമി. സലാം സുല്ലമിയാണ് സക്കരിയന്റെ മുഴുവൻ ഉസ്താദ്. സക്കരിയ സലാഹി ഉസ്താദിനോട് സമ്മാനായിട്ട് കൊടുത്തു. കളിക്കണ്ട, അത് ഞാൻ പറയുന്നില്ല, ആളെന്നെ പറഞ്ഞോട്ടെ. സക്കരിയ സലാഹി പഠിപ്പിച്ച ഉസ്താദിന് നന്ദി ചെയ്യുന്നു എന്ന് കണ്ടോളൂ. ഇതായിരുന്നു നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമി ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമി ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമി ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് കഴിഞ്ഞില്ല. അപ്പൊ ഒരു കൗമ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, ഒരു രണ്ടും കണക്കാണ്, നമുക്ക് രണ്ടും കണക്കാ. ഒരു കൗമ തീരെ ജിന്നില്ല, അത് ബാക്ടീരിയ, വൈറസ്. മറ്റേ കൗമോ അവര് പറഞ്ഞു ജിന്നിനോട് എന്തായാലും സഹായം തേടാം. പണ്ട് പറഞ്ഞല്ല അള്ളഹാനോട് മാത്രം. അതിന് ചെറിയ ഒരു മാറ്റം. എന്താ? അള്ളഹാനോട് മാത്രല്ല, വേണമെങ്കിൽ മറഞ്ഞ വഴിയിൽ തന്നെ ജിന്നും ശൈത്താനും ഒക്കെ സഹായിക്കും. അങ്ങനെ ആയപ്പോഴാണ് നമ്മളെ സക്കരിയ സലാഹിക്കും ശംസുദ്ദീൻ ബാലത്തിനൊക്കെ ജിന്നിന് തന്നെ പേര് വന്നുപോയി. ജിന്നിന് മോശമാന്ന് വേറെ കാര്യം, ജിന്നുകൾക്കൊരു മോശമാണെന്ന് തോന്നിപ്പോവും. സക്കരിയ സലാഹി എന്നെ പറയുന്നുണ്ട്, എന്നെപ്പ പലരും ജിന്നു നേതാവ് എന്നാണ് പറയാൻ. ഒന്ന് കേട്ടോളൂ, അയാൾ എന്നെ പറയണം. നമ്മൾ പറയുന്നല്ല, മടവൂരികൾ പറയുന്നുണ്ട് അത്രേ. ഇയാൾ പ്രസംഗിക്കാൻ വന്ന സ്ഥലത്തൊക്കെ ജിന്നു നേതാവ് പ്രസംഗിക്കുന്നു എന്ന് ബോർഡ് വരുന്നു. സക്കരിയ സലാഹിയുടെ പരാതി ഒന്ന് കേട്ടോ. നടക്കുന്നുണ്ട്, അതാ ജിന്നത പോണു, ജിന്നിന്റെ ആളത പോകുന്നു എന്ന് നമ്മളെയൊക്കെ ചൂണ്ടി പറയാണ് ചില ആളുകൾ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടുത്തെ മടവൂരി സുഹൃത്തുക്കൾ എഴുതി വെച്ചത്, ജിന്ന് നേതാവ് സക്കരിയ സലാഹി മറുപടി പറയുമോ എന്നിട്ട് വലിയ ബോർഡ്. ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യം കൊടുത്ത് കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചപ്പോ ഇതൊക്കെ ഖുറാഫികൾ ഏർപ്പാടാണ്, ഇങ്ങനെ ചോദ്യം തരലും ചോദ്യം അച്ചടിച്ച് വിതരണം ചെയ്യലും. അപ്പോ ജിന്ന് നേതാവ് നാം മുമ്പിൽ പറയുന്നു. പക്ഷെ വേറൊന്നും കേട്ടോ, സലാം സുല്ലമി പഠിപ്പിച്ച തൗഹീദ്, കുഞ്ഞീദ് മദനി പഠിപ്പിച്ച തൗഹീദ് ഇവർ വെള്ളത്തിലിട്ടു എന്ന് മാത്രമല്ല, പരസ്യമായി തന്നെ ഇവര് പറഞ്ഞു, സലാം സുല്ലമിയും ആളുകളും പഠിപ്പിച്ച തൗഹീദ് തെറ്റാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹു പുറത്തു തരട്ടെ. ഓ സഹോദര, തൗഹീദ് മാറുന്ന സംഗതിയാണോ? സക്കരിയ സലാഹി പഴയകാല പ്രഭാഷണങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. പുറത്തു തരാൻ വേണ്ടി പുറത്തു തരില്ല, അതാ വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ ചോദ്യം. ഈ കടുങ്ങാത്തുകൊണ്ടിലുള്ള മുസ്ലിമേ, സക്കരിയ സലാഹി, ഇപ്പൊ നിങ്ങൾ നേരത്തെ CP സലീമും പറഞ്ഞില്ലേ, മറഞ്ഞ വഴിയിലുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം. ഇയാള് പറഞ്ഞത് അത് തെറ്റാണല്ല, പുറത്തു തരട്ടെ.
ഈ പ്രസംഗം കേട്ടിട്ട് ഇയാൾ തൗബ ചെയ്യുന്നതിന്റെ മുമ്പ് ഒരുപാട് ആളുകൾ ഇയാളെ പ്രസംഗം കേട്ട് മുജാഹിദായി ഈ വിശ്വാസവും വെച്ച് മരിച്ചുപോയില്ലയോ? ഓ സക്കരിയ സ്വലാഹി, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് മരിച്ചുപോയതിന് നിങ്ങൾ എന്ത് പകരം നൽകും? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തൗഹീദ് മാറ്റുന്ന തൗഹീദാണോ? ഒരാളോടും പാടില്ല എന്ന് പറയാ, പിന്നെ ജിന്നിനോട് പറ്റുമെന്ന് പറയാ. ഈ എന്ത് തൗഹീദാണ്? ഞങ്ങളെ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആക്ഷേപിച്ചത്, അതേ കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ഷേപിച്ചത് എന്താ? അഭൗതികമായ സഹായം അല്ലാഹുവില്ലെന്ന് മാത്രം, മറഞ്ഞ വഴിയിലുള്ള സഹായം അല്ലാഹുവില്ലെന്ന്. ഇത് പറഞ്ഞ് പ്രസംഗിച്ച മൗലവിമാര് തന്നെ ഒടുവിൽ പറഞ്ഞു, അല്ലല്ല, മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ജിന്ന് ചെയ്യും, ശൈത്താൻ ചെയ്യും. നിങ്ങളും ഞങ്ങളെ വാദത്തിലേക്ക് കടമെടുക്കേണ്ടി വന്നു എന്നതാണ് ഈ സമുദായം ഇത്രയും വലിയ ഒരു വിജയകരമായ സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത്. അത് ഞാൻ നിങ്ങൾക്ക് നേരെ കാൺകുളിർക്ക കാണിച്ചു തരാൻ ഇവരെങ്ങനെ മാറി. കേട്ടോളൂ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അവിടുത്തെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ മുജാഹിദ് നേരത്തെ സൂചിപ്പിച്ച പുളിക്കലിൽ ഒരു മുഖാമുഖം നടന്നപ്പോ ഒരാൾ ചോദിച്ചു, അഭൗതികമായ കഴിവ് അള്ളാഹുവില്ലെന്ന് മാത്രം ഉണ്ടാകും എന്നാണോ വിശ്വസിക്കേണ്ടത്? അപ്പൊ ഉസ്താദ് അവர்கள் പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അഭൗതിക സഹായം അള്ളാഹു അല്ലാത്തതിൽ നിന്നുണ്ടാകും. ഉദാഹരണം ഉസ്താദ് പറഞ്ഞു, മലക്കുകൾ വരെ നമ്മളെ സഹായിക്കും. മലക്ക് സഹായിക്കുമ്പോ ആ മലക്കുകളുടെ സഹായം നമുക്കറിയില്ല എങ്ങനെയാ സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അഭൗതിക സഹായം ഉണ്ട് എന്നതിന് മലക്കുകൾ സഹായിക്കുമെന്ന് തന്നെ തെളിവാണ്. പക്ഷെ അന്നത്തെ മൗലവിമാര് നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പ്രസംഗിച്ചു. എന്താണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത്? അഭൗതിക സഹായം മലക്കുകൾ ചെയ്യുമെന്നാണോ ഇവര് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി പരിഹസിച്ചു. ഇപ്പൊ ഇവര് പറയുന്നത് അല്ലല്ല, മലക്കുകൾ സഹായിക്കൂട്ടോ. നോക്ക് നിങ്ങൾ, നമ്മളെ ഏത് കാര്യത്തിന് വേണ്ടിയാണോ പരിഹസിച്ചത് അതേ പണി ഇവരും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഫൈസൽ മുസ്ലിയാർ, നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ നിർവചനം പറയാതെ രക്ഷപ്പെട്ട മൗലവി, നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് അയാൾ പ്രഭാഷണം നടത്തുന്നു എന്ന് കേട്ടോളൂ. എന്താണ്? എന്തും ചെയ്യാൻ, ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദുകളുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കുന്നതിനുള്ള, ആ നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത്. കണ്ടങ്ങള്, അയാള് കണ്ടങ്ങൾ ചോദിച്ചല്ലോ, നമ്മളിഞ്ഞ അയാളെ കണ്ടങ്ങൾ എന്നപ്പോ ഞാൻ ചോദിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം. ഇയാള് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ട്, അപ്പതാ മടവൂരിന്റെ നേതാവ് കരിമ്പിലാക്കൽ വരുന്നു, ഇയാളും ക്ലിപ്പിട്ട് ഫൈസൽ മൗലവിന്റെ ക്ലിപ്പിട്ടിട്ട് ചോദിച്ചു, അല്ല മൗലവി, നിങ്ങൾക്ക് നെല്ലിക്കുത്ത് ഉസ്താദിനെ എതിർക്കാൻ എന്താ അവകാശം? നിങ്ങളും പറയുന്നില്ലേ മലക്കും ജിന്നും സഹായിക്കും? നിങ്ങൾ രണ്ടും കണക്കന്നല്ലേ എന്ന് അപ്പുറത്തെ മൗലവി. കേട്ടോ, ഇപ്പൊ ഓലമ്പ് തന്നെ തല്ല വെക്ക്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കാൻ, എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൗലവിമാർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സുലാഹി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസാരം ഇപ്പൊ കേൾപ്പിക്കാൻ പോവാണ്. ശരിക്ക് കേട്ടോ. നേരത്തെ നിങ്ങൾ കേട്ടതെന്താണ്? കടുങ്ങാത്തുണ്ടിലെ മുജാഹിദുകളെ, മുജാഹിദ് മതത്തെ ഞങ്ങൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. നിങ്ങൾ ഈ ദീനുണ്ടാക്കിയ പൗരോഹിത്യം ഞങ്ങൾ വലിച്ചു ചീറുകയാണ്. മുസ്ലിമീങ്ങൾ ഇത് ബോധ്യപ്പെട്ടു, അവർ മനസ്സിലാക്കുന്നു.
ഒരു കാലത്ത് നിങ്ങൾ ഇവിടെ പറഞ്ഞത് ബസിന്റെ ബ്രേക്ക് പൊട്ടിയാൽ മറഞ്ഞ വഴിയിലൂടെ സഹായം പാടില്ല, സഹായം അല്ലാഹുവിൽ നിന്ന് തന്നെ പറ്റൂ എന്ന് പറഞ്ഞ നിങ്ങളതാ അത് മാറ്റിയിട്ട് ജിന്നും മലക്കും സഹായിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. കണ്ണുള്ളവർ കാണട്ടെ. ഞാനിവിടെ കൊണ്ടുവരുന്നത് സാക്ഷാൽ സക്കരിയ സ്വലാഹിയാണ്. ആദ്യത്തെ പ്രസംഗത്തിൽ അയാൾ പറയും മലക്ക് സഹായിക്കും, തെളിവ് ഖുർആനാണ്. രണ്ടാമത്തെ പ്രസംഗത്തിൽ അയാൾ പറയും മലക്കല്ല ജിന്നും സഹായിക്കും, തെളിവ് ഹദീസാണ്. അപ്പൊ സഹോദരന്മാരെ, ജിന്നിന്റെ സഹായം നമ്മൾ നേർക്കുനേരെ കാണുന്ന സഹായമാണോ? ജിന്നിനെ തന്നെ കാണൂല, എന്നിട്ടല്ലേ ജിന്നിന്റെ സഹായം. അപ്പൊ നേർക്കുനേരെയുള്ള സഹായമല്ല, മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായമാണ്. അതുപോലെ മലക്കിന്റെ സഹായം മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായമാണ്. മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായം അല്ലാഹു അല്ലാത്തവര് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ആയത്തോതി പ്രസംഗിച്ച മൗലവിമാരെ, നിങ്ങളെ നിങ്ങൾ തന്നെ അതാ കുടിച്ചു മൂടുന്നു. ശരിക്ക് കേട്ടോ, മലക്കുകൾ സഹായിക്കുമെന്ന് മാത്രമല്ല, അത് ഖുർആനിലുണ്ടെന്നും അമാനി മൗലവി എഴുതിയിട്ടുണ്ടെന്നും സക്കരിയ സ്വലാഹി വാചാലനായി പ്രസംഗിക്കുന്നു. കേട്ടു പഠിച്ചോളൂ. പഠിക്കും. മലക്കുകളെ സഹായം ഉണ്ടാവുന്നോ ജിന്നുകളെ സഹായം ഉണ്ടാവുന്നോ വിശ്വസിച്ചാൽ ശിർക്കായി. ഇത് ശബാബാണ്, 2006 ഡിസംബർ 22, ലേറ്റസ്റ്റ് ആണ്. എന്നാൽ വല്ലവരും മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു. എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. കണ്ടോ? അപ്പൊ മലക്കുകൾ നമ്മളെ പല നിലക്കും സഹായിക്കുന്നുണ്ട്. അതിൽ ഒരാൾ വിശ്വസിച്ചു, എന്നാൽ അയാൾ ശിർക്കാജിരുന്ന. ഇത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ ഒരു ഭാഗം. നിങ്ങൾ ഇന്ന് പോയിട്ട് നോക്കണം. സൂറത്ത് റഅദിലെ 11-ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്, അഥവാ മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ കാക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവ മറിഞ്ഞ വയൽ സഹായിക്കുന്നു പറഞ്ഞാൽ ശിർക്കാന്ന് പറഞ്ഞ മുമ്പത്തെ വാദം എവിടെ? കേട്ടില്ലേ നിങ്ങൾ? ഇതാണ് പൗരോഹിത്യ പ്രസ്ഥാനത്തിന്റെ പ്രശ്നം. ആദ്യം പറഞ്ഞു പിന്നെ മാറ്റി. അപ്പൊ മലക്കല്ലേ ആയിട്ടുള്ളൂ. കേട്ടോ, വിജനമായ സ്ഥലത്തുകൂടി ഒരാൾ നടന്നു പോകുന്നു, ആരെയും കാണുന്നില്ല. അപ്പൊ മലക്കേ രക്ഷിക്കണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല, അത് പ്രാർത്ഥനയും അല്ല. ആരാ പറയുന്നത്? നേരത്തെ ഒരു സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞ സക്കരിയ സ്വലാഹി. വെക്ക് നിങ്ങളെ തൗഹീദ് ഞങ്ങൾ കാണിച്ചുതരാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിച്ചാല് പ്രാർത്ഥനയാവൂല. ശരി, അതാ ഞങ്ങളും ഈ പറഞ്ഞത്.